എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി, നല്ല മൂവി, സൂപ്പർ സിനിമ, അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, സൂപ്പർ സിനിമ. ഷൈൻ ടോം ചാക്കോന്റെ 100ാം ചിത്രം ഗംഭീര പെർഫോമൻസ് ആണ്. ഷൈൻ ടോം ചാക്കോ സാർ ആറാട്ടിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ റെലവന്റ് ഇഷ്യൂ ഉള്ള സിനിമയാണ്, കുടുംബ ബന്ധങ്ങളുടെ സിനിമയാണ്. തീർച്ചയായിട്ടും കാണണം. നല്ല സിനിമയായിരുന്നു. സമൂഹത്തിലെ വിവേകാനന്ദന്മാർക്കുള്ള താക്കീതാണ്. ഷൈൻ ടോം സൂപ്പറായിട്ട് അഭിനയിച്ചു. ക്യാരക്ടർ ചെയ്യാൻ ഷൈൻ ടോമിനെ പറ്റും. നല്ല മൂവിയാണ്. ഷൈൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം തന്നെയായിരുന്നു. ഏത് ജോണറാണ്? ജോണർ സോഷ്യലി റെലവന്റ്. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണോ? നല്ല പടമാണ്. കമൽ സാർ ഒരുപാട് നല്ലൊരു പടം ഡയറക്റ്റ് ചെയ്തു. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ചെയ്തൊരു പടമാണ്. വിവേകാനന്ദം വൈറലാണ്. ശരിക്കും ഒരു സ്ത്രീയുടെ ശരീരം സ്ത്രീക്ക് തന്നെ അവരുടെ അനുവാദം ഇല്ലാതെ തൊടാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത പടം, അടിപൊളി പടം, കുഴപ്പമില്ല. കമൽ സാറിൻ്റെ ഇതുവരെ കണ്ട സിനിമകൾ വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. കമൽ സാറിൻ്റെ ഇങ്ങനൊരു പടം നമ്മളത് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വല്ലാതെ എക്സൈറ്റഡ് ആയി. ഗംഭീര പടം. പ്രേക്ഷകരുമായി കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഇൻ ദ ഷൂട്ട് വണ്ടർഫുൾ. നല്ല രസമായിരുന്നു. ആക്ച്വലി വളരെ വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് തോന്നി. മാത്രമല്ല കമൽ സാറിൻ്റെ ഒരു പടം അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള റിയാലിറ്റീസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റോറി പവർഫുള്ളായിട്ട് എഴുതിയും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വയസിദ്ധമായിട്ടുള്ള ക്രാഫ്റ്റും നല്ല മ്യൂസിക്കോട് കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മൂവി, നല്ല മൂവി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ കണ്ടിരിക്കേണ്ട മൂവിയാണ്. കോയമ്പത്തൂരിൽ നിന്ന് വന്ന സിനിമ കാണാണ്. ഇയാൾക്ക് ചെന്നൈയിൽ നിന്ന് മലയാളം അറിയില്ല. ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് വിവേകാനന്ദൻ വൈറലായല്ല, ലേഡീസ് വൈറലാക്കുമെന്നാണ് എന്ന് പറഞ്ഞത്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല ആക്ടിങ്, കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാം ചെയ്തു. കോമഡി ഉണ്ടോ? പാടം വൈര് വേദനിക്കുന്ന മാതിരി സെക്കൻഡ് ഹാഫിൽ ചിരിച്ചു. ഭാഷ അറിയാത്ത എൻ്റെ കൂട്ടുകാരനും ചിരിച്ചു. പ്രധാനമായും സ്ത്രീവശത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഡയാനയും സിത്താരയും പോലെയുള്ള സ്ത്രീകൾ നമുക്കിടയിലും ഉണ്ടാവും. പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ നന്നായി. ഷൈൻ ടോമിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഷൈൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷൈൻ്റെ 100ാമത്തെ സിനിമയാണിത്. അപ്പോൾ നല്ല പെർഫോമൻസ്, എല്ലാ സിനിമയിലെയും പോലെ തന്നെ നല്ല പെർഫോമൻസ്. വിവേകാനന്ദൻ വൈറലാവും. നല്ല സിനിമ. എന്താ ഇഷ്ടപ്പെട്ടത്? എന്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പിടിച്ചെടുത്താൻ പറ്റും അങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടില്ലല്ലോ. രസമുണ്ടല്ലോ. ഹായ്, ഹലോ. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകരായിരുന്നു കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് വിവേകാനന്ദൻ്റെ വൈറലാണ് ഓൾറെഡി. അതിപ്പം സിനിമ കണ്ടിട്ടുള്ള വൈറലാവുന്നത് നമുക്ക് ഇന്ന് രാത്രിയോ നാളെയൊക്കെയാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ആൻഡ് സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ സംസാരിച്ചൊരു കാര്യമായതുകൊണ്ട് മേ ബി സ്ത്രീകൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പം എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് കേൾക്കാൻ. വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് സംസാരിച്ചൊരു കാര്യമില്ല. എല്ലാം പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. എല്ലാവരും പറയും സ്ത്രീകൾ തീർച്ചയായും സിനിമ കണ്ടിരിക്കണം. അതെ, അതാ ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കാണുമ്പോഴായിരിക്കുമല്ലോ അവർക്കും രണ്ടഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ നമ്മൾ കേൾക്കേണ്ടത്. അപ്പോൾ കമൽ സാറിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം അവർ ചെയ്യുന്ന ഒരു ചിത്രമാണ്. സ്ഥിരം കമൽ ചിത്രങ്ങൾ പോലെ ഒരു ചിത്രമാണ്. അല്ല, സാറിൻ്റെ മുന്നത്തെ സിനിമകളുടെ ഒരു പാറ്റേൺ അല്ല. കുറച്ചും കൂടി ഇപ്പോഴത്തെ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് സാറ് ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ സാറിൻ്റെ സിനിമകളിൽ എപ്പോഴും ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും. അത് ഈ സിനിമയിലും ഡെഫിനറ്റ്ലി ഉണ്ട്. പലരും പറയാം ഷൈൻ ടോം അല്ലാതെ വേറൊരാൾ ഈ കഥാപാത്രം സെറ്റ് ആവില്ല, അങ്ങനെ ഒരു ഫീൽ. അത് അപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോഴും സിനിമ അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഈ സിനിമയ്ക്കും ഈ ക്യാരക്ടറിനും ഈ പേരിനും വൈറൽ എന്നുള്ള ആ ഒരു വേർഡിനൊക്കെ ഏറ്റവും ആപ്റ്റ് ഷൈൻ തന്നെയാണ്. വിവേകാനന്ദ വൈറലാണ്. അതായത് പേര് പോലെ തന്നെ ഒരു വൈറലാവുന്ന ഒരു കഥാപാത്രം. അതാണ് ഷൈൻ ടോം ചാക്കോ ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ 100ാമത്തെ ചിത്രം, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ 100ാമത്തെ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോനേക്കാളും കൂടുതൽ മിനിച്ച് നിൽക്കുന്നത് ഇതിലെ ലേഡി കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നവർ. അതായത് ഗ്രേസ് ആൻ്റണി ആയാലും
സ്വാസികയായാലും മെറീനയായാലും എല്ലാവരും നല്ല രീതിയിൽ കട്ടയ്ക്ക് നിന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ പിന്നെ എടുത്തു പറയേണ്ടത് ഈ ജോണി ആൻ്റണി, പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ വേണു അല്ല കമല് മാറിപ്പോയി കമലിന് ഇതിന് മുമ്പത്തുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഡിഫറെൻറ്റ് ജേണറിൽ വന്നുള്ള സിനിമയാണ്. ഒരു ന്യൂ ജനറേഷൻ പടം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കണ്ടിരിക്കാത്ത സംഭവമാണ്. വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. ബാക്കി നിങ്ങൾ കണ്ടത് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണല്ലോ. അതെ, അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഫീമെയിൽ ഓറിയന്റഡ്, അതായത് ഒരു ചെറുത്തുനിൽപ്പ് പോലത്തെ കഥാപാത്രമാണ് ഇതിൽ ലേഡീസായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സ്വാസികയായാലും ഗ്രേസ് ആൻ്റണി ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ഓറിയന്റഡ് തോന്നി, പക്ഷെ കുഴപ്പമില്ല. ഷൈൻഡോം അല്ലാതെ വേറെ ആരും ഇതിനകത്ത് ആ റോളിന് സെറ്റ് ആവില്ല അങ്ങനെ എന്ത് ഫീൽ കിട്ടിയോ സ്ക്രീൻ കണ്ടപ്പോൾ? അങ്ങനെ ചോദിക്കണമെങ്കിൽ പുള്ളിയുടെ ഒരു രീതിയും സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ കഥാപാത്രത്തിന് വന്നിട്ടുണ്ട്. കാരണം പുള്ളിക്ക് തന്നെ ഇതിൽ ആക്ട് അയക്കണ ആ റോള് എന്തായാലും പുള്ളി തന്നെ ചെയ്യുള്ളൂ. വേറെ ആരും ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 100ാമത്തെ ചിത്രമാണ്. പക്ഷേ ഇപ്പോൾ 100ാമത്തെ ചിത്രവും നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യസ്ഥം പോലെ അങ്ങനത്തെ ഒരു കളർഫുള്ള്, അതായത് കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിനിമയല്ല. എന്തായാലും വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയത്.